സുഹൃത്തുക്കളെ, അപ്പോൾ വീണ്ടും കുറേ ദിവസത്തിന് ശേഷം ഒരു യാത്രയിലാണ്. ഊട്ടി കിന്നക്കുറയിലേക്കാണ് യാത്ര. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം ഇങ്ങനെ ഓർമ്മ വന്നു മനസ്സിൽ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പങ്കുവെക്കുക വെച്ചിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ വൈഫും കൂടെ കൊടൈക്കനാലിലേക്ക് പോകുമായിരുന്നു. ഒമ്നിയിലാണ് പോകുന്നത്. അപ്പോൾ കൊടൈക്കനാൽ എത്താനായ സമയത്ത് ചുരത്തിൻ്റെ മുകളിൽ വണ്ടികളൊക്കെ ബ്ലോക്കായി. അപ്പോൾ ചെറിയ മഴയുണ്ട്. അപ്പോൾ എല്ലാവരും ഇറങ്ങി നിൽക്കുന്നുണ്ട്, കുറേ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്, കുറേ വണ്ടികൾ. സമയം വണ്ടി നിർത്തി കുറച്ച് നിന്നപ്പോൾ ഒന്ന് മുന്നോട്ട് കുറച്ച് പോയി നോക്കിയപ്പോൾ സംഭവം ഒരു മരം വീണെടുക്കാം. മരം വീണിട്ടുള്ളൂ കേട്ടോ, വീണെടുക്കണം. അപ്പോൾ കുറച്ച് ചെറുപ്പക്കാർ, ബൈക്കുകാരും കാറുകാരും ഒക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ആരോ ആൾ തുടക്കിട്ട്, ആരാണ് തുടക്കിട്ട് അറിയില്ല, ഞാനും ഉണ്ടായിരുന്നു കൂടെ. അങ്ങനെ തുടക്കിട്ട് ആ വലിയൊരു മരം, അത്യാവശ്യം അത്ര ഒരുപാട് വലുതുമല്ല, ഒരുപാട് ചെറുതുമല്ല, അങ്ങനത്തെ മരം. അന്ന് അവിടെ ഉണ്ടായിരുന്നുള്ള ആളുകൾ, യാത്രക്കാരെല്ലാവരും കൂടെ മഴയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പാട്ടൊക്കെ പാടി വളരെ അടിപൊളിയായിട്ട് അത് സൈഡിലേക്ക് ആക്കിയിടുന്ന സംഭവം ഉണ്ടായി. അതിൽ മലയാളികളുണ്ട്, കുറേ മലയാളികളുണ്ട് കേട്ടോ. കുറേ ട്രിപ്പ്, പെരുന്നാളിൻ്റെ സമയമാണ്, പെരുന്നാളിൻ്റെ ലീവാണ്. അപ്പോൾ എന്തായാലും കുറേ യാത്രക്കാരുണ്ട്, റൈഡേഴ്സ് ഉണ്ട്, പിന്നെ തമിഴന്മാരുണ്ട്, കന്നഡക്കാരുണ്ട്, ഹിന്ദിക്കാരുണ്ട്. വളരെ അത് ഭയങ്കര എൻ്റെ ജീവിതത്തിൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു അത്. നമ്മൾ പല യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ പിന്നെ മരം മാറ്റിയതിന് ശേഷം അവിടെ നിന്ന് പാട്ടും ഡാൻസും, ആർക്കും അവിടെ നിന്ന് മറ്റേ ട്രാവലറിൽ പാട്ടൊക്കെ ഇട്ടിട്ട് ഫുള്ള് വളരെ രസകരമായിരുന്നു. അപ്പോൾ നമ്മളെ യാത്രകളിൽ ഇങ്ങനത്തെ പല സംഭവങ്ങൾ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ ഇറങ്ങി തിരിച്ചുകൊണ്ട് തന്നെ യാത്രകൾ ചെയ്യുക. ചിലപ്പോൾ നമ്മൾ പോകുമ്പോൾ റോഡ് ഇടിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ മരം വീണിട്ടുണ്ടാവും, മഴ പെയ്യും. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. ഇപ്പോൾ കാറിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ അഥവാ മരം വീണാൽ മുറിക്കാനായിട്ട് വല്ല കത്തിയോ കോടാലിയോ എന്തെങ്കിലും വളരെ നല്ലത്. ഞാൻ അപ്പം എൻ്റെ മനസ്സിൽ വിചാരിച്ചില്ല അങ്ങനെ എന്തെങ്കിലും കയ്യിൽ കരുതാമായിരുന്നു. പിന്നെ എന്തെങ്കിലും കയറ്, അങ്ങനെയൊക്കെ എന്തെങ്കിലും വണ്ടികളിൽ, 4 വീലേഴ്സിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് കരുതാണെങ്കിൽ വളരെ നന്നാവും. അന്ന് ഒരു കത്തിക്ക് കോടാലിക്ക് വേണ്ടി ഒരുപാട് പല വണ്ടിക്കാരോട് നമ്മൾ ചോദിച്ചിരുന്നു, അതൊന്നും ഇല്ലായിരുന്നു. പക്ഷേ അവസാനമാണ് എല്ലാവരും കൂടി ആ മരം തള്ളി മാറ്റിയത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവം ഞാൻ പങ്കുവെക്കുകയാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അതിൻ്റെ ഒരു അനുഭവം ഇപ്പോഴും ഓർത്തെടുത്ത് ഞാൻ അതിന് രസിക്കുന്നുണ്ടത്. ഭയങ്കര ഒരു ഫീലായിരുന്നു അത്. എനിക്കിപ്പോഴും പറയാൻ വാക്കുകളില്ല, അത്രയും രസകരമായിരുന്നത്. ഓക്കെ, വേഗം നിർത്തുന്നു.